ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഒരു മാർബിൾ കേക്കാട്ടോ. അപ്പോൾ ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ എടുക്കുക, 2-3 ബൗൾ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ. ആ മൈദ ഒത്തിരി കൂടിപ്പോകാനും പാടില്ല, ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല. കറക്റ്റ് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് തന്നെ അത്ര എടുക്കണം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. നിങ്ങൾക്കിത് അരിച്ച് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. ഇനി എടുത്ത ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാട്ടോ. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട എടുക്കല്ലേ, നമുക്ക് വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല, അത് അത്രയ്ക്ക് ഫ്ലഫി ഒന്നും ആയിട്ട് വരില്ല. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള 3 മുട്ട എടുക്കുക, അത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അത് ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ, അതായത് ഒരു ഫ്ലഫി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു അത്യാവശ്യം 1-1.5 മിനിറ്റോളം ബീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ആവട്ടെ. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ പെട്ടെന്ന് നമ്മുടെ പണി തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഒരു 1-1.5-2 മിനിറ്റിനകത്ത് ഇതായതാണ്ട് ഈ ഒരു ടെക്സ്ചർ പോലെ ഒന്ന് പതഞ്ഞ് അത് മൊത്തത്തിലൊന്ന് കുറച്ച് മേളിലേക്ക് വന്ന് ആ മുട്ട മൊത്തത്തിലങ്ങ് നല്ലപോലെ അങ്ങ് പതഞ്ഞ് കിട്ടും. അപ്പോൾ അത്രയും നേരവും ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആദ്യം ഒന്ന് കുറച്ചിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ച് വിടുക, അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാനൊരു 2-3 സ്പൂണ് പാല് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ കേട്ടോ, ഒരു നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാര, അതിനെ പൊടിച്ചിട്ട് അത് ഒറ്റയടിക്ക് ചേർക്കല്ലേ, അതൊരു 3-4 ട്രിപ്പായിട്ട് ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്യണം. ആ പഞ്ചസാരയുടെ തരികളൊന്നും കാണാൻ പാടില്ല. പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മൊത്തത്തിലങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ അത് 2-3-4 പാർട്സ്, 2-3 പ്രാവശ്യമായിട്ട് മുട്ടയിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആയ ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സാധാരണ ഓയിലായിട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ അതിന് പകരമായിട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കുന്ന നെയ്യാണ്, ഫ്രിഡ്ജിലൊന്നും വെച്ച് എടുക്കല്ലേ. അപ്പോൾ അത് ഞാനിവിടെ ഹോം മെയ്ഡ് ഗീ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു കളറൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ആ ഗീ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇനിയൊന്ന് മിക്സാക്കി ആ ഗീ മൊത്തം അതിനകത്തേക്ക് നല്ലപോലെ മിക്സായി വരണം. അത്രയും നേരം ഇത് ഞാൻ ലോ സ്പീഡാട്ടോ, ഹൈ സ്പീഡല്ല, ലോ സ്പീഡിൽ തന്നെ ഇട്ടാണ് അതൊന്ന് നല്ലപോലെ അതിനകത്ത് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലപോലെ മിക്സായ ശേഷം പിന്നെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതും നമ്മൾ ഒറ്റയടിക്ക് ഇടാൻ പാടില്ല. ഒരു 3-4 പ്രാവശ്യമായിട്ട് അതിനകത്തേക്ക് മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് ബീറ്ററിൻ്റെ ആ ബ്ലേഡ് വെച്ച് ഏറ്റവും ചെറിയ സ്പീഡിൽ സ്മൂത്തായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അടിക്കാനില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തു നിർത്തി അടുത്ത നെക്സ്റ്റ് സെക്ഷൻ ഇട്ടു. അപ്പോൾ അങ്ങനെ അത് ഒന്ന് അടിച്ചു വെച്ചേക്കുക. ഇപ്പോൾ സപ്പോസ് അതിനകത്ത് കുറച്ച് കട്ടിയാന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മാർബിളിൻ്റെ ഒരു ചോക്ലേറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റ് 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ കുറച്ച് ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കണം, കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മിക്സ് ആക്കി കൊടുത്ത് നമ്മുടെ ഈ വാനില മിക്സ് ഉണ്ടല്ലോ, മൈദയൊക്കെയുള്ള ആ മിക്സിനകത്ത് നിന്ന് ഒരു 4 ടീസ്പൂൺ എടുത്ത് ഈ ചോക്ലേറ്റ് മിക്സിനകത്തേക്ക് അകത്ത് ഇട്ടിട്ട് ഇതും കൂടെ നല്ലപോലെ ഒന്ന് കുറച്ച് നേരം എടുത്ത് തന്നെ നല്ലപോലെ മൊത്തം രണ്ടും കൂടെ മിക്സ് ആക്കി എടുത്ത് നല്ലൊരു ടെക്സ്ചറായിട്ട്
ഒരു നല്ലൊരു ബാറ്ററാക്കി തന്നെ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നല്ലപോലെ സ്പൂണും വെച്ച് നല്ലപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ മിക്സാക്കി അതും ഒരു നല്ലൊരു കേക്കിൻ്റെ ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മളിനി കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെയിം മിക്സർ തന്നെയാണ് നമ്മളിവിടെ കൈയും കൊണ്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതും ഇവിടെ റെഡിയായി കഴിഞ്ഞു, അതിവിടെ റെഡിയാക്കി ഇരിക്കട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ഒരു പാൻ, ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ചേർത്ത് അത് മുഴുവനൊന്ന് കൈ കൊണ്ട് സ്പ്രെഡാക്കി കൊടുത്തു. എല്ലാ സ്ഥലത്തും എത്തണം കേട്ടോ, മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് പാർച്ച്മെൻറ്റ് പേപ്പറെന്നും ബട്ടർ പേപ്പർ എന്നൊക്കെ പറയും, അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് ഈ ഹാർട്ടിൻ്റെ അകത്തേക്ക്, അതായത് കേക്കിൻ്റെ അടിഭാഗത്ത് വരുന്നൊരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കാൻ പോണേ. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെയും അങ്ങനെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് വെച്ചെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ അത് ഹാർട്ടിൻ്റെ ഒന്ന് ഞാൻ ആ ടിന്ന് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറകിലുള്ള ആ ഷേപ്പിന് വെച്ച് കട്ട് ചെയ്തെടുത്തേക്ക് കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇരുന്നോളും. അപ്പോൾ അത് അങ്ങനെ ഒന്ന് സീസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാനിനകത്തേക്ക്, അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ടിൻ തിരിച്ച് വെച്ചിട്ട് ആ പാനിനകത്തേക്ക് അത് വയ്ക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മുടെ ഗീ അതിനകത്തുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് അതങ്ങോട്ട് സെറ്റായിട്ട് ഇരുന്നോളും. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ അത് നമ്മൾ ആ ഒരു വലിപ്പം കണ്ട് ആ സൈഡും കൂടെ ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മുടെ ആ വനില മിക്സിൻ്റെ ഒരു ബാറ്ററുണ്ട്, അതെടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓൾറെഡി ആക്കി വെച്ചിരിക്കുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബാറ്ററുണ്ട്, അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നിട്ട് കൊടുത്തു. അതായത് അതിൻ്റെ മുകളിലും അല്ലാതെ സൈഡിലും ഒക്കെ ആയിട്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു മാർബിൾ എഫക്റ്റ് കിട്ടണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ അതിനായിട്ട് എല്ലാം കൂടെ ഒരു സൈഡിലിരുന്ന് അതിൻ്റെ ഭംഗി വരില്ല. അപ്പോൾ ഇതെല്ലാം രണ്ടും, ഈ വൈറ്റ് കളറും എത്തണം, ഈ ക്രീം കളറും എത്തണം, ചോക്ലേറ്റ് കളറും എത്തണം. അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനെയായിട്ട് ഈ രണ്ട് ബാറ്റർ മിക്സായിട്ട് മൊത്തത്തിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വൈറ്റ്, കുറച്ച് ചോക്ലേറ്റ്, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തോണ്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ബാറ്റർ മുഴുവൻ തീർക്കുക. അങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൂത്ത് പിക്ക് വേണമെങ്കിൽ എടുക്കാം, ഈർക്കിൽ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ, അതെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ഡിസൈൻ വേണോ ആ ഡിസൈൻ, നമുക്ക് ഒരു നല്ല ഡിസൈൻ കിട്ടും ലാസ്റ്റ്. അപ്പോൾ ആ ഒരു അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്തായിട്ട്, ബലമൊന്നും പ്രയോഗിക്കൽ, വളരെ സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഈ ക്രീം കളറും ചോക്ലേറ്റ് കളറോട് മിക്സായിട്ട് നമുക്കൊരു അടിപൊളി ഡിസൈൻ കിട്ടും. നോക്കിക്ക് നല്ല രസമായിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ ആ ടിന്നുണ്ടല്ലോ, അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറി അതങ്ങ് കറക്റ്റായിട്ട് ഫില്ലായിക്കോളും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവൻ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, അതൊരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ട്രേ അതിലേക്ക് എടുത്ത് വയ്ക്കാം. അത് 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് വേണ്ടി വരും. അതായത് 180 ഡിഗ്രിയിൽ സെറ്റാക്കുക, 35 മിനിറ്റ്സ് സെറ്റാക്കുക. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കേക്ക് റെഡിയായി. അതിനൊരു നമ്മുടെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ തന്നെ കുത്തി നോക്കി ഇച്ചിരി ഞാൻ എന്നിട്ട് പിന്നെ ഒരു 2 മിനിറ്റോടെ വെച്ചു കേട്ടോ. അന്നത്തേക്ക് സൈഡൊക്കെ ഒന്നും കൂടെ മൊരിഞ്ഞു. എന്ന് വെച്ചാൽ ഒരു നല്ല പോലെ എനിക്കൊരു ക്രിസ്പി ആയിട്ടിരിക്കണം സൈഡ്. അപ്പോൾ എനിക്ക് അങ്ങനെ കൂടെ കിട്ടി. അപ്പോൾ അതെല്ലാം സോഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചായിരുന്നല്ലോ അല്ലേ, അപ്പോൾ അതാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കേക്കിൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട അതിൻ്റെ ആ മാർബിളിൻ്റെ ആ ഒരു നമ്മളാക്കിയ പോലെ സെറ്റാക്കിയ പോലെ തന്നെ കുറച്ച് ബ്ലാക്ക്, കുറച്ച് ക്രീം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് മേളിൽ പൊട്ടിപ്പോയെന്നൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കേട്ടോ, നമുക്കത് ഇങ്ങനെ പ്രസ്സാക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്താണ്.
അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ ബോയ് ആയ ഞങ്ങളുടെ ഡാഡിയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാനിതൊന്ന് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതോടെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതാ ഡാഡി കേക്കൊക്കെ കട്ടാക്കി ഇനി അത് കുഞ്ഞുവാവയ്ക്ക് കൊടുക്കുകയാണ്. ഡാഡിയുടെ കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കട്ടാക്കിയതറിയാതെ പാത്രം കാലിയായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വീട്ടിൽ ചെയ്യാൻ പറ്റിയ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയൊരു കേക്കാട്ടോ. നോക്ക് അതിൻ്റെ സ്മൂത്ത്നെസ് നോക്ക്. ഞാൻ ഇപ്പോഴാണ് അത് എടുക്കുന്നത് എൻ്റെ വീട്ടിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാർബിൾ കേക്കാണ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. And thanks for watching.